നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 ചൊവ്വാഴ്ചയാണ്. ഇന്നലത്തെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ പൊതുവിൽ വീക്കായിട്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും വീക്കായി ക്ലോസ് ചെയ്തിട്ടുള്ളത് IT സെക്ടർ ആയിരുന്നു. ഇന്നലെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്, US ലിസ്റ്റ് ചെയ്ത IT കമ്പനികൾ നല്ല ഫോള് കണ്ടിരുന്നു. അത് നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചതുമാണ്. US H1B വിസയ്ക്ക് ഒറ്റത്തവണ $1 ലക്ഷം ഫീസ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇന്നലെ IT സെക്ടർ ഇടിവുണ്ടാക്കിയത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ചെറുകിട IT സ്ഥാപനങ്ങളായിരുന്നു. ഏതൊക്കെ കമ്പനികളാണ് കൂടുതലായിട്ട് ഇടിവുണ്ടാക്കിയത് എന്ന് നമുക്ക് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയാം. ഇനി ഇന്നലെയാണ് GST 2.0 ആരംഭിച്ചത്. അതിന്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞില്ല. പുതിയ GST സംവിധാനം ഏവർക്കും ഗുണം ചെയ്യുമെന്നും നിക്ഷേപങ്ങൾ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അൺലിമിറ്റഡ് മൂലധന വായ്പകൾ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമങ്ങൾ മാറ്റി. ഇത് സംസ്ഥാനങ്ങളെ പൊതു പദ്ധതികൾക്കായി കൂടുതൽ ചെലവഴിക്കാൻ സഹായിക്കും. GSTയിൽ വലിയ ഇളവ് വന്നതോടെ ഇനി കാറ്, ബൈക്ക് തുടങ്ങിയ സെഗ്മെന്റിലുള്ള കമ്പനികൾക്ക് തന്നെയാണ് കൂടുതലായിട്ട് അതിന്റെ ഗുണം ലഭിക്കുക. ഇപ്പോഴിതാ ഒരു വാർത്ത വരുന്നത്, ഈ ഉത്സവ സീസണിൽ കാറുകളുടെയും ബൈക്കുകളുടെയും വിൽപ്പന ഇരട്ടിയാകും. മാരുതി സുസുക്കി പറയുന്നത് 75,000 ബുക്കിംഗുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. റെക്കോർഡ് ഡെലിവറികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹുണ്ടായും 5 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച വിൽപ്പനയാണ് ഇപ്പോൾ നടത്തുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ബുക്കിംഗിലും വലിയ കുതിച്ചുചാട്ടം തന്നെയാണെന്നാണ് കമ്പനി പറയുന്നത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. തിങ്കളാഴ്ച തുടർച്ചയായിട്ടുള്ള 3ാമത്തെ ദിവസവും US-ലെ 3 പ്രധാനപ്പെട്ട ഓഹരി സൂചികകളും റെക്കോർഡ് ക്ലോസിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ടെക് ഓഹരികളാണ് പ്രധാനമായും നേട്ടമുണ്ടാക്കിയത്. പ്രത്യേകിച്ച് എൻവിഡിയ ഓപ്പൺ എയിൽ $100 ബില്യൺ വരെ നിക്ഷേപിക്കുമെന്നും ഡാറ്റ സെന്റർ ചിപ്പുകൾ നൽകുമെന്നും പറഞ്ഞതിന് ശേഷം 3.9% സ്റ്റോക്ക് ഉയർന്നത്. ഇനി US-ൽ ഫെഡറൽ റിസർവിലെ ചില ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ പ്രകാരം ഫ്യൂച്ചർ റേറ്റ് കട്ടുകളെ കുറിച്ചുള്ള ഒരു ആശങ്ക അവർ അറിയിക്കുന്നുണ്ട്. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫോക്കസിലുള്ള IT സെക്ടർ ആദ്യം ഇൻഫോസിസ് 1% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.36% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.69% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഡോക്ടർ റെഡ്ഡിയാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. 1.82% ഇടിഞ്ഞു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സും യൂറോപ്യൻ ഫ്യൂച്ചേഴ്സും ചെറിയ നേട്ടത്തിലാണുള്ളത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ, ബിറ്റ്കോയിൻ 2.5% മുകളിൽ ഇടിവിൽ $112,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസുകൾ ഒരു പിടിയും തരാതെ കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെയും സ്പോട്ട് ഗോൾഡ് ഏകദേശം 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 82,920 രൂപയാണ്. ഓയിൽ പ്രൈസുകളിൽ ബ്രന്റും WTIയും ചെറിയ ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 1,299 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫെസ്റ്റിവൽ ഓഫറാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെയും ഇന്നത്തെയും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാവാൻ സാധ്യതയുള്ളത്, പുതിയ H1B വിസയ്ക്ക് ഒറ്റത്തവണ $1 ലക്ഷം ഫീസ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ IT കമ്പനികൾ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതിൽ തന്നെ ഇടത്തരം ചെറുകിട IT സ്ഥാപനങ്ങൾക്കാണ് വലിയ പ്രഹരമേറ്റത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, പ്രാദേശിക US ടീമുകളോ ഓഫ്ഷോർ പ്രവർത്തനങ്ങളോ ഉള്ള വലിയ സ്ഥാപനങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വലിയ ഇടിവുണ്ടാക്കിയത് എംഫസിസ് 4.7% LTI മൈൻട്രി 4.6% ഇടിഞ്ഞു. ടെക് മഹീന്ദ്ര 3% ഇടിഞ്ഞു. TCS 3%-അടുത്തും ഇൻഫോസിസ് 2.5%-മാണ് ഇടിഞ്ഞത്. ഏതായാലും ഇന്നലെ വലിയ പ്രഹരമേറ്റ ഈ ചെറുകിട IT കമ്പനികൾ ഇന്ന് നമ്മൾ പ്രത്യേകം ഫോക്കസിൽ വെക്കേണ്ടതുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം വിക്രാൻ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെ Q1 റിസൾട്ട് പുറത്തു വന്നിരുന്നു. കമ്പനിയുടെ ലാഭം 31.7%-ആയിട്ടാണ് വർദ്ധിച്ചത്. 5.65 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. വരുമാനം 17% വർദ്ധിച്ച് 159.2 കോടി രൂപയായി. GSTയിൽ ഉണ്ടായിരിക്കുന്ന കുറവ് ഇന്നലെ മുതലാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ ഹുണ്ടായി മോട്ടോർ ഇന്ത്യയിൽ നിന്നും ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. നവരാത്രിയുടെ ആദ്യ ദിനം കമ്പനി 11,000 കാറുകൾ ഡീലർമാർക്ക് വിറ്റു. 5 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച ഒരു സെയിൽസ് കൂടിയാണിത്. അടുത്തത് ഏറ്റവും വലിയ കാർ കമ്പനിയായിട്ടുള്ള മാരുതി സുസുക്കി ഇന്ത്യയിൽ നിന്നുള്ള അപ്ഡേറ്റ് ആണ്. നവരാത്രിയുടെ ആദ്യ ദിനം
അവർ ഏകദേശം 30,000 കാറുകളാണ് വിതരണം ചെയ്തിരിക്കുന്നത്. 80,000 ഉപഭോക്തൃ അന്വേഷണങ്ങൾ നടത്തിയതായും അവർ പറയുകയുണ്ടായി. അടുത്തത് ആൽക്കൈൻ ലബോറട്ടറീസ് എന്ന കമ്പനിയാണ്. ഒരു പ്രത്യേക തരം സ്തനാർബുദ ചികിത്സയ്ക്കായി അവർ ഇന്ത്യയിൽ പെർട്ടുസ എന്ന പുതിയ കുത്തിവയ്പ്പ് ആരംഭിച്ചു. അടുത്തത് JBM ഓട്ടോ എന്ന കമ്പനിയാണ്. അവരുടെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള JBM ഇലക്ട്രോണിക് വെഹിക്കിൾസ് UAEയിൽ ഒരു കമ്പനിയുമായി സഹകരിച്ച് അവരുടെ ഇലക്ട്രോണിക് ബസ്സുകൾ വിൽക്കുന്നു. അടുത്തത് KEC ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ്. UAEയിലും US-ലും പദ്ധതികൾക്കായി കമ്പനി 3,243 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ നേടി. ഈ വർഷം അവരുടെ ആകെ ഓർഡറുകൾ ഇപ്പോൾ 11,700 കോടി രൂപയാണ്. അടുത്തത് ബ്രിഗേഡ് എന്റർപ്രൈസസ് ആണ്. ബാംഗ്ലൂരുവിൽ ഒരു പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്ട് നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ അവർ ഒപ്പുവെച്ചു. ഈ പദ്ധതിയുടെ വില ഏകദേശം 1,200 കോടി രൂപയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കമ്പനി RVNL ആണ്. ട്രാക്ഷൻ ബസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നതിനായി സദേൺ റെയിൽവേയിൽ നിന്ന് 145.3 കോടി രൂപയുടെ പുതിയ കരാർ കമ്പനി നേടി. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സ്റ്റുഡൻസിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന വിവിധതരം ടൂൾസുകൾ, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ തന്നെ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്നലത്തെ IT സെക്ടറിലുണ്ടായ വലിയ പ്രഹരം FIDA ആക്ടിവിറ്റിയിലും ബാധിച്ചു. FIS വലിയ സെല്ലിംഗ് ആണ് ഇന്നലെ നടത്തിയത്. ഏകദേശം 2,910 കോടി രൂപയ്ക്ക് മുകളിൽ അവർ സെല്ല് ചെയ്തിരിക്കുന്നു. DIs ആവട്ടെ 2,583 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ ടെക് ഓഹരികളിൽ US-ൽ വലിയ നേട്ടം കണ്ടതോടെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് ഇന്ന് ക്ലോസ്ഡ് ആണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.16% ഇടിവിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.29% ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 1% മുകളിൽ നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,256 എന്ന നിലയിൽ 32 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 20 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യത കാണുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ചും ഇന്നലെ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 25,202-ൽ 125 പോയിന്റ്സ് ഇടിഞ്ഞാണ്. അവസാന മണിക്കൂറിൽ ഒരു സഡൻ ഫോൾ വന്നതോടെയാണ് നിഫ്റ്റി ഏകദേശം 0.5% ഇടിവിലേക്ക് പോയത്. നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹാങ്ങിങ് മാനിന് സമാനമായ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോം ആയിട്ടുള്ളത്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. അന്ന് തന്നെ കൃത്യമായി ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഏകദേശം അതിനൊപ്പം തന്നെയായിട്ട് ക്ലോസ് ചെയ്യുകയുണ്ടായിരുന്നു. ഇന്നലെ ഒരിക്കൽ കൂടി ആ ലെവൽ ബ്രേക്ക് ചെയ്ത് നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള 25,250-ന് താഴെയായിട്ട് ക്ലോസ് ചെയ്തു. നമ്മൾ പറഞ്ഞ 25,250 ഒരു തവണ റെസിസ്റ്റൻസ് ആയിട്ടും ഒരു തവണ സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്തിരുന്നു. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,200 സ്ട്രൈക്കിൽ 54% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 330% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,150 സ്ട്രൈക്കിൽ 91% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 381% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,250 സ്ട്രൈക്കിൽ 25% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 452% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് വീക്കായിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,300-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,150-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,285-ൽ 174 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ സംഭവിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് ശേഷം റെഡ് ക്യാൻഡിലുകൾ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50-ഡേ EMA ഉള്ളത് 55,192 എന്ന ലെവലിലാണ്. അതുകൊണ്ട് ആ ഒരു ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. RSI ഉള്ളത് 54.47 എന്ന നിലയിലാണ്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു അപ്വേർഡ് മൊമെൻറ്റത്തിൽ ചെറിയ ഒരു നഷ്ടം സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000-ഉമാണ്. ഇന്ന് നമ്മൾ നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിതാ
55% ഡിസ്കൗണ്ടോടുകൂടി വെറും 1299 രൂപയാണ് ഇപ്പോൾ നമ്മുടെ ഓഫറിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്, അതുവഴി ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.